ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഈ ഓയിൽ നമ്മൾ ആഴ്ചയിൽ നമ്മളൊരു 3 ദിവസമെങ്കിലും തലയിൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് തല നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ തലയിലെ താരം നന്നായിട്ട് പോവുകയും ചെയ്യും, മുടി കൊഴിച്ചിട്ട് നന്നായിട്ട് കുറയുകയും ചെയ്യും. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കറ്റാർവാഴ വേണം. ഞാനിവിടെ ഒരു കറ്റാർവാഴയുടെ തണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതെങ്ങനെ ഓയിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറ്റാർവാഴ നമ്മൾ ഏട്ടായാലും തന്നെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യും. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിന്റെ തൊണ്ടൊന്നും നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. ഈ അരച്ചെടുത്ത കറ്റാർവാഴ 1 ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിന്റെ പകുതി വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണയും ഈ കറ്റാർവാഴയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമ്മൾ ചൂടാകുക. ഈ കറ്റാർവാഴ നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അരിക്കേണ്ട ആവശ്യമില്ല. അത് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഈ കറ്റാർവാഴയുടെ പീരയൊക്കെ സെപ്പറേറ്റ് ആവും. എന്നിട്ട് വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞു വരും. അങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് നമ്മളൊരു കുപ്പിയിലാക്കി വെക്കണം. അപ്പൊ നമുക്ക് ഏട്ടായതിന് തന്നെ നമുക്ക് ഈ കറ്റാർവാഴ നമുക്ക് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്രൈൻഡർ എടുക്കാം. ഈ ഗ്രൈൻഡറിലേക്ക് നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇടാം. നമുക്ക് ഇതിന്റെ 2 സൈഡിലും ഇതിന് മുള്ളുണ്ട്, അതും മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് ചെറിയ പീസാക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇതിന്റെ പകുതി വെളിച്ചെണ്ണ എടുക്കണം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഈ ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. നമ്മൾ എടുക്കുന്ന പാത്രം നല്ല കട്ടിയുള്ള പാത്രമായിരിക്കണം. കനം കുറഞ്ഞ പാത്രമാണെങ്കിൽ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിന്റെ ഉള്ളിലേക്ക് പുകയൊക്കെ കയറും. അപ്പൊ അതുകൊണ്ട് നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണം നമുക്ക് ഇത് ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഈ കറ്റാർവാഴയും വെളിച്ചെണ്ണയും കൂടിയിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഈ പാനിലേക്ക് ഒഴിക്കാം. നമുക്ക് ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് റെഡി ആയി തുടങ്ങുമ്പോൾ ഈ കറ്റാർവാഴയുടെ ഈ പീരയ്ക്ക് നന്നായിട്ട് മുരിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവും. ഈ വെളിച്ചെണ്ണ ഇങ്ങനെ റെഡി ആയിട്ട് വരുമ്പോൾ ഈ ലാസ്റ്റ് ടൈം ആകുമ്പോൾ ഈ വെളിച്ചെണ്ണയ്ക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മളത് ഇളക്കണ സമയത്ത് കുറച്ച് നീങ്ങി നിന്നിട്ട് ഇളക്കണം. ഇതിന്റെ പീരയ്ക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇത് ഫിൽറ്ററിൽ വെച്ചിട്ട് അരിച്ചെടുക്കണം. ഫിൽറ്ററിൽ വെച്ച് അരിച്ചെടുത്താലും ഇതിന്റെ ഓയിൽ മുഴുവനായിട്ട് നമുക്ക് കിട്ടില്ല. അത് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഫിൽറ്ററിൽ വെച്ചിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചില്ലിന്റെ കുപ്പിയിലാക്കിയിട്ട് നമ്മൾ ഇത് അടച്ചു വെക്കണം. നമ്മുടെ കറ്റാർവാഴ ഓയിൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തലയിൽ നമ്മൾ തേക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് പതുക്കെ ഒന്ന് ചൂടാക്കണം. പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് വേണം തലയിൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്.